എലി ടോക്കിംഗ് അബൌട്ട് പ്രണയം ലൈവ് സ്ട്രീം. ബാബു പ്രണയത്തെ പറ്റി 2 വാക്ക് പറയാം, ലൈവ് ഇടാം. ബാബു എന്താ ലൈവ് നിർത്തിയത്? ശരിക്കും പറഞ്ഞ എന്റെ പ്രണയത്തെ പറ്റി പറയുവാണെങ്കിൽ ഗാലറി വീരപ്പൻ രണ്ടിയോ, ഓ സോറി വീരപ്പൻ രണ്ടി, വെൽക്കം ടു ദി സ്ട്രീം. നേരെ വീഡിയോ ചെയ്തിട്ട് ലൈവിനകത്ത് കാണാം. എലി ടോക്കിംഗ് അബൌട്ട് പ്രണയം ലൈവ് സ്ട്രീം. വരാത്ത എനിക്ക് കണക്ടിങ്, എനിക്ക് ലൈവ് കാണുന്നില്ല. ആ വന്നു. ബാബു സൈഡിനെ ചെറുതാക്കി വിട്ടേക്കുവാണ്. എനിക്കൊന്നും കേൾക്കുന്നില്ല. എന്നെ വിളിക്കാൻ പറ്റുമോ? ഞാൻ സ്ഥാനത്തിന് തുമ്പിലുണ്ട്. വന്നോണ്ടിരിക്കുക. മാർക്ക് ചെയ്തടാ. നേരിട്ടോ ആ ലൈവ് എൻഡ് ചെയ്ത്. റീടേക്ക് അതേ വന്നു വീണ്ടും. അടുത്ത് വന്ന് പറ. എടാ കേക്കുന്നില്ല. അതിൽ അവളുടെ എലിയുടെ സൗണ്ട് കേക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഹലോ ഗൈസ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഗൈസ്? എന്റെ സൗണ്ട് കേക്ക്, എലിന്റെ സൗണ്ട് കേക്കുന്നില്ല. ചേച്ചി നിങ്ങളെ മൊത്തത്തിൽ ഫോണ് ഫോണ് കൈ പിടിച്ചിട്ട് സംസാരിച്ചേ. പറയൂ അട്ടയുടെ ആകാംക്ഷയോടെ കാത്തിരിക്കാണ്. കേക്കാം കേൾക്കുന്നില്ല. തുമ്പത്തെ തലപ്പത്തല്ലെന്ന് പറഞ്ഞു. എലിയച്ചയുടെ സൗണ്ട് മാത്രമാണോ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാത്തത്? കേൾക്കാം ഗൈസ്, കേൾക്കാം. എലിയച്ചയുടെ സൗണ്ട് കേൾക്കാന്ന് പറയുന്നു. പറയൂ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എടാ എവിടെടാ? ഇങ്ങോട്ട് വന്നാ മതി. പാലത്തിനടിയിലാണോ? അല്ല മേലെ ഇങ്ങോട്ട് വാ. എവിടെ എവിടെ? മുള്ളി മാപ്പിൽ നോക്കി ഇവിടെ. കണ്ട് എന്ത് മാപ്പിൽ നോക്കി മാപ്പ് കണ്ട് ഞാൻ കണ്ട്. കണ്ടല്ലേ മുള്ളി പ്ലക്കിയായിരുന്നു. എലിയുടെ ലൈവ്. ഹലോ ഗൈസ്, ലൈവോ? വെളിയിലകത്താ? ഇവിടെ അകത്താണോ? ബാബു സൈറ്റ് എന്താ ചെറുതായിട്ട് സ്ഥലമില്ലടാ, അടിച്ച് ചെറുതാക്കിയതാവുമാര്. ഇതെന്താ കാണുന്നത്? ലുഫിയുടെ 1000 തള്ളുകൾ. ബാബു പ്രണയത്തെ പറ്റി 2 വാക്ക് പറയാം, ലൈവ് ഇടാം. പ്രണയത്തെ പറ്റി വെയിറ്റ്. എലി ലൈവ് വന്നത്. ഇവളുടെ മാത്രം കേൾക്കുന്നില്ല ഏട്ടാ. ഇത് എന്ത് ലൈവാന്ന് എനിക്ക് മനസ്സിലാവണല്ലോ ഏട്ടാ. ശശിക്കൊക്കെ അമ്മാണ്. ശശിക്കൊക്കെ ഊമയായോ മള്ളി? ഇത്രയും സംസാരം പോലും ഇല്ല, എന്നിട്ടും 13 പേര് കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് കണ്ടോണ്ടിരിക്കുന്നൊക്കെ? ഫേക്ക് അക്കൗണ്ട് 5 പേര് നമ്പറാ ഇവിടെ. ബാബു സൈറ്റ് ഇപ്പോഴും എന്റെ ചെറുതായിരിക്കും കേട്ടോ. ദേവക്കുട്ടിയുടെ കേക്കാം, മാമിയുടെ കേട്ടൂടാ. ഡൊമിനിക് ബാസ്റ്റിൻ കുട്ടിയോട് പറയാൻ മുള്ളിന്റെ സൈസ് ചെറുതായി പോയി. ബാബു സൈഡ് ചെറുതായിട്ട് ചെറുതാ. ഇല്ലല്ലോ, ചെറുതല്ല. ആണ്
ബാബുസേട്ടിന് ചെറുതായി. ബാബു സേട്ട് ചെറുതാ ഞങ്ങളിലൊക്കെ. മുള്ളിന്ന് റീബർ സ്കിൻ അടിച്ചേ. സങ്കടം. പുതിയ ലൈവ് വന്നു, പുതിയ ലൈവ് വന്നു. ഇതെന്താ ഒരു അടിച്ച് ചെറുതാക്കിയാണ് എന്നെ. രാത്രി യാത്രകൾ അതാരാ? അമ്പോ കാണാൻ പറ്റിയ സ്റ്റോറി ആയിരിക്കും കേട്ടോ അതൊക്കെ. ഇതെന്ത് സ്റ്റോറി? ഹലോ ഗൈ, എന്താ പറയാനുള്ളത്? ഒന്നും പറയാ ഒന്നും കേക്കായില്ല. ഇറങ്ങട്ടിച്ച ഞാൻ ലൈവ് ഇടാം, ഞാൻ ലൈവ് ഇടാം, ലൈവ് ഇടാവേ. പ്രണയത്തെ പറ്റി ബാബു. ഹലോ ആ ബാബു പറ. എന്നെ കാണാവോ? ആ കാണാം. ഹലോ താഴെയുണ്ട് ബാബു. എനിക്ക് ബാബുവിനെ കാണുന്നില്ല. മുള്ളി ഞാൻ തറയിലുണ്ട്, തറയിൽ നോക്ക്. ആ കാണാം കാണാം കാണാം. പറഞ്ഞോ ബാബു പറഞ്ഞോ. തറയിൽ എഴിഞ്ഞു കിടക്കുന്നുണ്ട് ഞാൻ. ബാബു എന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പറ. ഞാൻ ചെറുതായി പോയി, കേൾക്കുന്നില്ല. എവിടെയെങ്കിലും ഹലോ മുള്ളി ഒന്ന് ലൈവ് ചെയ്യാവോ? ബാബ്സ് പറയുന്ന കേൾക്കുന്നില്ലത്. മുള്ളി ഞാൻ താഴെ നിക്കുവാ, തറയിൽ നോക്കിയേ. ഓ ഞാൻ ലൈവ് എൻഡ് ചെയ്ത് പോ. നീ തറയിലൊന്നും അല്ല, എന്റെ മുമ്പിൽ നിപ്പുണ്ട്. കണ്ട ആണോ? ഞാൻ പക്ഷെ എന്റെ ഇത്രയേ ഉള്ളൂ. റീഫ്രഷ് അടിക്കും, റീഫ്രഷ്. ബാബു ചിന്നതായിടിച്ചാ ഇല്ല ഇപ്പൊ ചിന്നത് പെരുസാകുമ്പോ പറയാം കോച്ച്. ചങ്കുകളെ നമുക്ക് ഇരുഞ്ചൂടെയോ അരിഞ്ചൂടെയോ നിങ്ങൾക്കറിയോ ഇതാണ് മക്കളെ ഞാൻ. നിങ്ങൾക്കറിയോ ഞങ്ങളെ അവളെല്ലാം തേച്ചിട്ട് പോയി. സൂപ്പർ. നിങ്ങൾക്കൊന്നും അറിയില്ല ഗൈസ്. ഇതാണ് വെള്ളം. നന്ദി. വീണ്ടും വന്നു. ദേവക്കുട്ടി വീണ്ടും വന്നേ. ഇല്ല കേക്കുന്നില്ല. മുള്ളി ഇപ്പൊ ശരിയായി. ഞാൻ ഇത്രയും നല്ല ചെറുതായിരുന്നു എന്റെ പിയോയില്. ഇവിടെ ലൈവ് നീ ഒരു ലൈവ് ഇട്ടേ ബാബു. നീ പ്രണയത്തെ പറ്റി 2 വാക്ക് പറ. പെട്ടെന്ന്. ഞാൻ ഫുൾ സപ്പോർട്ട് ആയിരിക്കും ചാറ്റില്. സൂപ്പർ ചാറ്റ് ഒക്കെ വാരി അറിയാൻ പോണേ. ആണോ എങ്ങനെയാ ലൈവ് പെട്ടെന്ന്. പെട്ടെന്ന് ലൈവ് ഇടാ. എന്റെ ഇഷ്ടം പോലെ ഇതുണ്ട്, ബാലൻസ് ഉണ്ട്. വാ ഇത് എങ്ങനെ മേടിക്കും ഇതിന്റെ ബാലൻസ്? പ്രണയം ഒരു ലോബ്. ലവ് തന്നെ. കേൾക്കുന്നുണ്ടല്ലോ? കേക്കാവോ? ഹായ് പരിദോസോ. നാരദൻ തമ്പി ഹായ് പറോ. പരിദോസ് ഡബ്ല്യു ലൈവ്. താങ്ക് യു ബ്രോ, താങ്ക് യു. ലവ് ഫ്രോം എലി. അത് വേണ്ട കേട്ടോ. എലി ഹായ് വെൽക്കം ടു ദി സ്ട്രീം. അപ്പൊ ഗൈസ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്റെ മൊലാലിയും എലിയും. ശരിക്കും പറഞ്ഞ സിറ്റിയിൽ ഏറ്റവും നല്ല കമിതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മൊലാലിയും എലിയും ആയിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല. ലവറിനെ കാണിക്കാമോ? ബാബു എന്താ ലൈവ് നിർത്തിയത്? ലവറിനെ കാണിക്കാമോ? കമന്റ് ഇട്ട് അയ്യ അതിന് ലൈവ് നിർത്തിയാ?
ഞാൻ ഒരു നിമിഷം മരുന്ന് വാങ്ങിച്ചു എത്ര പേര് പോസിറ്റീവ് മെസ്സേജ് ഇടുന്നു ബാബു. അത് അവരെന്തോരം ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. ഇപ്പൊ നെഗറ്റീവ് ഇട്ടവൻ ജയിച്ചില്ലേ? അത് ശരിയാണ്. അങ്ങനെ തളരല്ലേ, ഒന്നുകൂടി ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്യാൻ വരുമായിരുന്നു ബാബു. എലിയുടെ പ്രണയം. വേറെ കോമ്പറ്റേറ്റീവ് സ്ട്രീമേഴ്സ് ഒക്കെ വന്നു കേട്ടാ. സൗണ്ട് ഇല്ല അതിന്. ലോസ്റ്റ് ഒക്കെ സൗണ്ട് ഇല്ല. ഇനി ഞാൻ തളരില്ല. ഇനി ആർക്കും എന്നെ നെറ്റ് പോയെന്ന് തോന്നുന്നു പുള്ളിയുടെ. ഹീറ്റ് കമന്റ് ഇട്ടവനൊക്കെ വന്നോ? തിരിച്ചു വന്നോ? എത്താൻ പറ്റില്ല. നെറ്റ് ഷോ കേട്ടോ പുള്ളിയുടെ. നിങ്ങള് 1000 രൂപ സൂപ്പർ സെറ്റ് ചെയ്ത എന്റെ ഒരു പഴയ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്ത 5000 1000 10 ദിവസം 10 1000 സൂപ്പർ ചാറ്റ് ലെക്സ്ലി കള്ളൻ. 10 ദിവസം 10 കഥ ഞാൻ പറയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞ എന്റെ പ്രണയത്തെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഏകദേശം 2 years മുന്നെയാണ് എന്റെ ഫസ്റ്റ് കാമുകിയായ ഗീതലിനെ പരിചയപ്പെടുന്നത്. 2 years മുന്നേ പരിചയപ്പെട്ട ഗീതലിനെ ഞാൻ ഏകദേശം 8 മാസം കൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിലായത്. 9ാമത്തെ മാസം ശീറ്റിൽ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അതായിരുന്നു എന്റെ പ്രണയം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോ കമിതാക്കളെ കാണുമ്പോൾ എനിക്ക് പുണ്യം മാത്രം. ഇപ്പോഴും ജീവിച്ചിരുന്നിട്ടും പല അഭിഹിതങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ അഭിഹിതങ്ങളിൽ ചെന്ന് ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ബാബു നമ്പൂതിരി ഗേൾസ് ഓൺലി. സൂപ്പർ ചാറ്റ് വരട്ടെ. ഗൈസ് എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ഒരുപാട് കോമ്പറ്റീറ്റീവ് സ്ട്രീമേഴ്സ് ലൈവ് ഇടുന്നുണ്ട്. പക്ഷെ ആർക്കും പറ്റത്തില്ല. ഈ 10 രൂപ കഷ്ടപ്പെട്ട് വയ്ക്കുന്ന ദൈവം അയക്കാതിരിക്കാവുന്ന വീരപ്പൻ റെഡ്ഡിയോ. ഓ സോറി, വീരപ്പൻ റെഡ്ഡി, വെൽക്കം ടു ദി സ്ട്രീം. ഈ 10,000 സൂപ്പർ ചാറ്റ് ചെയ്ത മുത്തുമണിക്ക് താങ്ക് യു സോ മച്ച്. മുരളി ഈ 5-10 വെച്ച് ചെയ്യുന്ന മുരളി ഒന്ന് 1 രൂപ. ദേവക്കുട്ടി ഹായ്, വെൽക്കം ടു ദി സ്ട്രീം. വേറെ കരുത്തൊന്നുമില്ല. മന്ദാരം താങ്ക് യു സോ മച്ച്. W ലൈവ് ബ്രോ, ലവ് യു. ഹായ് ബേബി. എലിക്കുട്ടി ഹായ്. ഓ സോറി, ഹായ് ബാബു. എലിക്കുട്ടി ഹായ്. ഡൗൺലോഡ് ചെയ്തെടുക്കട്ടെ ഒന്ന്, 1 മിനിറ്റ് പോലെ. കഥ കണ്ടിന്യൂ. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാണ് എനിക്കൊരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ഗാലറി ഗൈസ് കം ഓൺ. അത് പറയണേ ഗോൾ അടിക്കണം. ഇത് ലൈവ് ബാബു നല്ല വരുമാനം വന്നോണ്ടിരുന്ന സമയത്ത് നീ ലൈവ് നിർത്തിയത്. വരുമാനം എങ്ങനെ എടുക്കാൻ പറ്റും നോക്കട്ടെ. ട്രാൻസ്ഫർ കോയിൻ കൊടുക്ക്. നല്ല വരുമാനം വന്നോണ്ടിരുന്ന കേട്ടോ സത്യം പറഞ്ഞ. എലിയുടെ തീരാത്ത ദുഃഖം. ഇത് എന്ത് ഇതിനോട് സൗണ്ടിൽ അടിച്ച് പൊട്ടിക്കോ ഞാനിത്. ഇത് തീരുവില്ലേ മള്ളി ദുഃഖം? സൗണ്ടൊന്നുമില്ല, വെറുതെ 67 കിട്ടിയോളൂ. നിർത്തിപ്പോടെ. ഞാൻ പുതുക്കിലോട്ട് വരും. ഇത് കഴിഞ്ഞ നിർത്തിയോടെ എന്തെങ്കിലും പറഞ്ഞു. ശശികുക്കിന്റെ ലൈവ് അറിയാതെ എടുത്ത്. ശശികുക്ക് ലൈവ് വന്നാ ശശികുക്ക് ലൈവ് വന്ന മള്ളി അത് നിർത്തി. അതെ, അടുത്ത വന്ന സങ്കടം പറഞ്ഞു. മള്ളി ടൈറ്റിലിന്റെ എല്ലാ പ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കുമോ പുള്ളിക്കാരിയെ? കേൾക്കുന്നുണ്ടോ? ചേച്ചി എനിക്ക് തോന്നുന്നത് ചേച്ചി ഇത് മേടിക്കണം തോന്നുന്നു ചേച്ചി.
15 കേക്കുണ്ടോ? പോയിന്റ്സ് എന്തോ മേടിക്കണം എലി കേക്കുന്നുണ്ടെന്ന്. എലിന്റെ സൗണ്ട് കേക്കാമോ? ഓ മള്ളി വീരപ്പറയിട്ട് ഞാൻ ഇട്ടപ്പോ 10 രൂപ അയച്ചവനാണ് അവിടെ 500 അയക്കുന്നു മള്ളി. നീ അത് അടുത്ത് വന്നിട്ടുണ്ടോ? വീരപ്പനല്ലേ പറഞ്ഞത് ആ വന്നപ്പോ? പിന്നെ ആ 10 രൂപയെങ്കിലും തന്നില്ലേ? അത് വലിയ കാര്യമാണത്. എന്നെ വിളിക്കുന്നു. ഹലോ Hello, Vasuna. We'll miss you and I love you. Bye. Goodbye. പട്ടിക്കൊക്കെ ഏറുള്ളപ്പോ ഇങ്ങനെ ആ ശബ്ദമല്ലേ നമ്മളെ ഏറ്റവും ലാസ്റ്റ് കേട്ടെ, കണ്ടില്ലേ? അത് കറക്റ്റ് അത് തന്നെ. ഹലോ തൊണ്ട എനിക്ക് നല്ല സംസാരിക്കാൻ വയ്യ. എടാ ആ മള്ളി വീണ്ടും എന്നെ വിളിച്ചിട്ട് വാസണ്ണ ഐ ലവ് യു ഐ മിസ് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഇത് പ്രശ്നമായിട്ടാ മനസ്സിലായോ? ഇറ്റ്സ് ഓക്കെ അല്ലേ, നമ്മ ഇനിയിപ്പോ നമുക്ക് ഒന്നിക്കാന്നൊക്കെ പറഞ്ഞ ഈ ജന്മത്തിൽ ഇത് നടക്കൂല. അങ്ങനെയൊന്നുമില്ല മള്ളി, മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമ്മളൊന്നും പറയില്ലേ. അവൻ പറയിട്ടുണ്ടാവും. എല്ലാവർക്കും വെൽക്കം. ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് നമ്മള് പ്രണയത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജീവിതത്തില് ആരെങ്കിലും പ്രണയിച്ചു? എന്താ നിങ്ങൾ പാച്ചപ്പാവോ? ഇല്ലല്ല, എനിക്ക് താല്പര്യമില്ല. മള്ളി കുറച്ച് താല്പര്യം ഉള്ളത് പോലെ ഒന്ന് കാണിക്കാവോ? ഇല്ല എനിക്ക് പറ്റത്തില്ല. ഏതറ്റം വരെ വരും നോക്കാലോ മള്ളി. நாளாச்சு, ரொம்ப நாளா பசங்களுக்காகவே இருந்த வாசம், கொஞ்ச நாள் உனக்காக வாழலாம், தப்பில்ல. ഹേയ് ഇല്ല കോച്ച്, ഇപ്പോഴും തലേന്ന് ടിവിയുടെ കാര്യങ്ങളൊന്നും ഇറക്കി വെക്കാൻ ഇപ്പൊ ബാബു ഉത്തരവാദിത്തോടെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കോഹ്ലി സ്ഥാനം എഴുതി കൊടുത്തിട്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കായിരുന്നു. പക്ഷെ അവനും ആക്റ്റീവ് ആവാൻ പറ്റണല്ലോ. സാഹചര്യം പക്ഷെ അടുത്ത മാസം ആക്റ്റീവ് ആണ് മള്ളി. അതെ ഇപ്പൊ എന്തായാലും പരിസ്ഥിതിക്ക് അടുത്ത മാസം എന്തായാലും മള്ളി ഞാൻ ഏകദേശം നല്ല ആക്റ്റീവ് ആണ്. അറിഞ്ഞാ മതി. 1 or 2 hour உன்னை கவனிச்சுக்கலாம், தப்பில்ல. വയസ്സായിடுச்சு, പാത്ത്. മള്ളി അങ്ങനെ മള്ളിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവോ? ഞാൻ ആക്റ്റീവ് ആയ മള്ളിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവോ? ഉറപ്പായിട്ടും. അങ്ങനെ ജീവിക്കണ്ട. മുടിഞ്ഞ മൊത്തം ഉള്ളത്. വാ തിരിച്ചു വാ. ഞാൻ ലൈവിട്ട് ശരിയാവില്ല. ഞാൻ ലൈവിട്ട് ശരിയാവില്ല. சொல்லிட்டா அங்கனா ஜீவன் தேவையில்ல. സിറ്റിയിൽ ഗെയിം പ്ലേ ഒക്കെ വേറെ ഗെയിമൊക്കെ സ്ട്രീം ചെയ്ത് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ സിറ്റിയിൽ ഒരു സ്ട്രീമർ ആയാന്. സത്യം. എനിക്ക് വേണ്ടിയോ? മള്ളി സൗണ്ട് ഉണ്ടോ ഞാൻ ആദ്യം നോക്കട്ടെ. ഇത് കാണണം, ആള് നിക്കുന്ന കണ്ടില്ലേ? എനിക്ക് വീഡിയോ അവസാനമായിട്ടൊരു സമാരം നമ്പിയൊക്കെ 5000 അയ്യോ എലിന്റെ കിടന്ന് കരയുന്ന കണ്ടില്ലേ? വാസുണ്ണൻ, മിസ്റ്റർ വാസു ഇത് കാണുന്നുണ്ടോ? വാസുണ്ണ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ആള്. എനിക്ക് സങ്കടം സഹിക്കാതെ വീഴുമ്പോ ഒരു പൂച്ച തുള്ളണം അവിടെ. ഇന്നേക്കൊരു പൊടി പോവില്ലേ? എലി ഒന്ന് ചാടില്ലേ? വീരപ്പനൊക്കെ 5000 10,000 കണ്ട പെണ്ണുങ്ങളെ സ്ത്രീ വന്നാൽ സത്യം. ഇത് 2 വട്ടം 10,000. വിഷമം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. നല്ലൊരു പണികളെ കണ്ടില്ല, അത് കണ്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞേ, ഇത് എവിടെ ലൊക്കേഷൻ മനസ്സിലായോ?
നേരെ പോയി വീഡിയോ ചെയ്തിട്ട് ലൈവിനകത്ത് കാണാം വാ. ലൈവായിട്ട് അടിക്കാൻ പോലെ ലൈവായിട്ട് കണ്ണുകളിലേക്ക് നോക്കൂ. ഇതല്ല ആ കണ്ണുകളിലുള്ളത് തീക്ഷണമായ പ്രണയമുണ്ടായിരുന്നു. നേരെ നേരെ അതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നടിച്ചത്. ഈ എൻഡിലാണ് നിങ്ങൾ എനിക്ക് സങ്കടം പറ്റാണ്ട് ഇതിൽ കാല് തന്നെ വീണ് പോയതാണ് നിങ്ങൾ ഈ വീടിനപ്പുറം നിങ്ങൾ പറയണ കേസ് ആക്രമിക്കാൻ വന്നു. ഇത് ഞങ്ങള് മരിക്കുകയാണെങ്കിൽ ഉത്തരവാദികളുടെ ഈ വണ്ടിയിൽ വന്ന ആൾക്കാരായിരിക്കും. എന്നാ ശരി എലിച്ചത്തിന് പകരം ഒരു പൂച്ച നിൽക്കുന്ന പോലെ അതിനകത്ത് നോക്കുന്നത് എടാ, ഇവന്മാര് കറക്റ്റ് ഗ്യാങ് വണ്ടി കൊണ്ട് പുറകെ വന്നടാ. ഇത് ആരും കണ്ടുപിടിക്കൂലായിരുന്നു. മണ്ടന്മാര് ഗ്യാങ് വണ്ടിയായിട്ട് കൂടെ വന്നല്ലോടാ. മണ്ടന്മാരാണോ മലലിയെ പോലെ നോക്കിയേ അങ്ങോട്ട് വരല അങ്ങോട്ട് വരല അങ്ങോട്ട് വരല അങ്ങോട്ട് വരല. വേണ്ട വേണ്ട ഇടിക്കണ്ട ഇടിക്കണ്ട ഇടിക്കണ്ട. ലൈവാണ് ഇരിച്ചത്. അതെ അതെ. അല്ല പിന്നെ ഇവളുടെയൊക്കെ ഷോ ആയിട്ടിരിക്കാ നമ്മള്. സത്യം ഇതിന് പുറത്ത് മെറ്റടിച്ചിരിക്കണം മലയാളി പിന്നെയാണ് അകത്ത് പിന്നെ ഇല്ലേ? അപ്പാപ്പനും ചന്ദ്രനും ആ സ്പോട്ടിൽ പോയതാണല്ലോ തിരിച്ചൊന്നില്ലല്ലോ. പിന്നെ വന്നിട്ടേ ഇല്ല. ചന്ദ്രൻ വെസ്റ്റിൽ ഉണ്ടോ? ചന്ദ്രൻ പോയില്ല. അപ്പാപ്പന്റെ കേസ് ഒന്ന് അന്വേഷിക്കണം കേട്ടോ. അതെ അതെ അതെ. എന്റെ അടുത്ത് അപ്പം പറയുന്നറിയോ മറ്റേ പൂക്കുറ്റി വെച്ച് കത്തിച്ച പൂട്ടൊക്കെ ഒരുക്കി പോകും. മറ്റേ പൂക്കുറ്റി വെച്ച് കത്തിച്ചേ പൂട്ടൊക്കെ ഒരുക്കി ആൾക്കാരകത്ത് കയറും. പിന്നെ ഓജി സ്ട്രീംസ് ചെയ്യുന്നത് പിന്നെ അല്ല. അപ്പൊ വളരെ നന്ദിയുണ്ട് ബാബു. മനസ്സിൽ വെച്ചിരിക്കലും മള്ളി അത് ഇല്ല 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 അപ്പോഴത്തെ ഒരു ബുദ്ധിയിൽ ചെയ്തു പോയതാണ്. ഇല്ല 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 മനസ്സിൽ വെച്ചിരിക്കില്ല. പക്ഷെ മള്ളി എനിക്ക് ആ എക്സ്പ്രഷൻ കണ്ടാൽ എനിക്ക് അത് മാത്രം മതിയായിരുന്നു. ആണല്ലേ? നല്ല നല്ല നല്ലവനാടാ നല്ലവനാ. ഞാൻ എന്തായാലും ഞാൻ ഇറങ്ങുവാ. എനിക്ക് നാളെ പോണം ഞാൻ പറഞ്ഞില്ലേ. മള്ളി 2022 പ്ലാൻ ചെയ്താൽ അത് ഇന്നല്ല കേട്ടോ. അത് ഞാൻ പറയാം. ഇത് അടിക്കുവേ ഞാൻ അടിക്കുവേ. ഇതെന്റെ അപ്പുക്കുട്ടനെ അപ്പുക്കുട്ട എന്റെ ഒന്നല്ല എന്റെ ഒന്നല്ല എന്റെ അല്ല ഇതെന്റെ അല്ല. പക്ഷേ ഞാൻ ഇറങ്ങുവാണേ. ഗൈസ് ഗൈസ് എല്ലാവരും ഇറങ്ങുവാട്ടെ. എന്നിട്ട് വിളിച്ചോ. പോയിട്ടോ മള്ളി. ബൈ 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 ബൈ.